ഞാനിപ്പോൾ മേപ്പാടി ജുമാഅത്ത് പള്ളിയുടെ മുറ്റത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ ദുരന്തം നടന്ന 15-ാം ദിവസം സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഒരു പ്രാർത്ഥനാ സംഗമം നടന്നു. ഒരുപക്ഷെ ഈ ദുരന്തത്തിനിരയായ അല്ലെങ്കിൽ ആ പ്രദേശവാസികൾക്കൊക്കെ ഏറ്റവും വലിയൊരു സമാശ്വാസമാണ് ഇന്നത്തെ ഒരു പ്രാർത്ഥന. അതുപോലെ തന്നെ നേരത്തെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രാർത്ഥനാ സംഗമം, രണ്ടാം തവണയാണ് പ്രാർത്ഥനാ സംഗമം. അതൊരു വലിയൊരു ആയുധമാണല്ലോ പ്രാർത്ഥന. എൻ്റെ കൂടെ പുഞ്ചിരിമട്ടത്ത് ഉണ്ടായിരുന്ന ഒരു കുടുംബം അവരിപ്പോൾ ചേരുന്നുണ്ട്. നിങ്ങൾ പുഞ്ചിരിമട്ടത്താണ് അല്ലേ? പുഞ്ചിരിമട്ടത്തെ താമസം. അവിടെ ഇപ്പോൾ വീട് അവിടെ ഇല്ല, വീടുമില്ല, അവിടുത്തെ സ്ഥലവുമില്ല, മൊത്തം പൈക്കാർ. ഞാൻ ഇന്നലെ അവിടെ പോയി നോക്കി. ഇന്നലെ പോയി നോക്കി. മോൻ്റെ മോനും കൂട്ടിയിട്ട് പോയിട്ട് അവിടെയൊക്കെ കാണിച്ചു വന്നു. കുറച്ചൊക്കെ കണ്ടു. അപ്പോൾ അവിടെ ഒന്നുമില്ല. ഒക്കെ കല്ലൊക്കെ വന്നിട്ട് അവിടെ റോഡ് മാതിയൊക്കെ ചെല്ലുകളാണ്. അപ്പോൾ അവിടെ ഒന്നും കാണൂല. അവിടെ നിന്ന് ഇന്നലെ 240 ഉറുപ്പ്യ കിട്ടി. ഒരു വീട്ടിൽ നിന്ന് പോയിട്ട് റോട്ടിൽ ഒരു കല്ലിൻ്റെ അവിടെ, അത് ഈ പെണ്ണുങ്ങൾ ചെറിയൊരു കവറിലിട്ടിട്ട് വെച്ചത്, ഒന്നും ആയിട്ടില്ല. അതിങ്ങോട്ട് കൊടുന്നു, അതേ കിട്ടിയിട്ടുള്ളൂ. വേറെ ഒന്നും കിട്ടാൻ സാധ്യതയില്ല. പോയി നോക്കിയതാണ് അവിടെ. ഞങ്ങളന്ന് രാത്രി പൊട്ടിൻ്റെ കുറച്ച് മുമ്പാണ് അവിടുന്ന് പോകുന്നത്. മോനെ വണ്ടി അയച്ചിട്ട് കൊടുന്നത്. അത് ഞങ്ങളെല്ലാവരും അതിൽ പെട്ടി. എത്ര മണിക്കാണ് പോരുന്നത്? അത് 2:30 മണിക്ക്. 2:30 മണിക്കാണ് നിങ്ങൾ അവിടുന്ന് പോരുന്നത്? തലേന്ന് 2:30 മണിക്ക്. പൊട്ടീൻ്റെ തലേന്ന് 2:30 മണിക്ക് പോകുന്നത്. പൂഞ്ഞിൻ്റെ രസമാണ് അവിടെ പൊട്ടി. ഞങ്ങളങ്ങനെ നേരെ ഒന്നൊക്കെ ഇവിടെ കാപ്പങ്കല്ല് മോളെ വീട്ടിൽ ഇപ്പോൾ താമസിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ബന്ധുക്കളാരൊക്കെ ഇപ്പോൾ അവിടുന്ന് എൻ്റെ മോന് പോയി, മോൻ്റെ പെണ്ണുങ്ങൾ പോയി. എൻ്റെ 2 അനിയന്മാരും അവരെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പോയി. അവരൊക്കെ പോയതാണ്. ആരെങ്കിലും കിട്ടിയോ? ഇല്ല, കുറച്ചാളെ കിട്ടിയില്ല. അങ്ങനെയാണ്. ഒരാളെ പിന്നെ എൻ്റെ അനിയൻ്റെത് പിന്നെ ഇത് DNA പരിശോധന ചെയ്ത് അറിയാത്തതുകൊണ്ട് അങ്ങനെ അതിനെ പറ്റി അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഉള്ളത്. ഇപ്പോൾ മകളെ വീട്ടിലാണോ താമസം? മരുവൻ ഇവിടെ കാപ്പംകൊല്ലി ഇവിടെയാണ് താമസം. മോളെ വീട്ടിൽ താമസം. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിട്ടിപ്പോൾ പിന്നെ 2 ആഴ്ച കഴിഞ്ഞു. തിങ്കളാഴ്ചയാണ് വന്നത് ഞങ്ങൾ. 29 ജൂലൈ 29 അവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇതുവരെ അവിടെയാണ് താമസം. വേറെ എവിടെയും താമസിക്കാൻ ഇതുവരെ ഒന്നും സൗകര്യപ്പെടാത്തതുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ നേരത്തെ ഇങ്ങനെ കനത്ത മഴയൊക്കെ അവിടെ മഴ പെയ്യലുണ്ട്. പെയ്യലുണ്ട്. പേടിയുണ്ടാവും. ഇപ്പം തന്നെ ഈ പ്രാവശ്യം തന്നെ മഴ കൂടുതലായിട്ട് ഞങ്ങൾ പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ എവിടേക്കും പോകാൻ പറ്റില്ല എന്നായിട്ട് അവിടെ ഇങ്ങനെ നിന്നാണ്. രാത്രിയൊക്കെ എപ്പോഴും ഉറക്കം വരില്ല. ഈ ശബ്ദം കൊണ്ട് തൊട്ടടുത്ത് പുഴയാണ്. പുരൻ്റെ തൊട്ടടുത്ത് പുഴയാണ്. ഒരു മലയാണ് അവിടെ. ഈ പിന്നെ കൽപ്പൂരൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട് അവിടെ. ആ കൽപ്പൂർ അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ താമസം. അതുകൊണ്ട് ഭയത്തോടു കൂടിയാണ് അവിടെ താമസിക്കാൻ. മഴക്കാലത്ത് അത് ഈ പ്രാവശ്യം കുറച്ച് കൂടുതൽ മഴ പെയ്ത പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ട്. അങ്ങനെയാണ്. അയൽവാസി ഞങ്ങളെ തൊട്ടപ്പുറത്ത് പിന്നെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അപ്പുറത്ത് ഒക്കെ അമുസ്ലിമികളാണ്. അവരെ അപ്പുറത്ത് 4 അമുസ്ലിമികളുടെ വീടാണ്. ഏറ്റവും അറ്റത്ത് അമുസ്ലിമികളാണ്. അവരിൽ എൻ്റെ തൊട്ടടുത്തുള്ള വീട് പോയി. അവരവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ പോയി. അവിടെ അയൽവാസികളെ കുറിച്ചൊക്കെ അന്വേഷിച്ചോ? അവരൊക്കെ എവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്? ഇന്നലെ കണ്ടു. ഞങ്ങൾ ഉരുളുപൊട്ടിയെ കാണാൻ പോയപ്പോൾ അവിടെ അവരെ കുട്ടികൾ വന്നിരുന്നു. പെണ്ണുങ്ങൾ വന്നിട്ടില്ല. കുട്ടികളും അവർ ചെള്ളിയെന്നറി മോനും വന്നിരുന്നു. അവിടെ അവരൊക്കെ കണ്ടു. അവർക്കൊന്നും അങ്ങനെ എന്തോ പറ്റിയിട്ടൊന്നുമില്ല. ജീവാനൊന്നും പറ്റിയിട്ടില്ല. വീട് പോയി. അവരെ പറ്റ വീടായിട്ട് പോയി. നല്ല വാർപ്പിൻ്റെ വീടായിരുന്നു, വലിയ വീടായിരുന്നു. ഞങ്ങളുടെ ഓടിട്ട വീടായിരുന്നു എൻ്റെത്. അത് പോയി. ഉപ്പയോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ധൈര്യമുള്ള പോലെ എനിക്ക് തോന്നുന്നത്. എന്തപ്പോൾ നമ്മൾ ധൈര്യപ്പെടാതെ ചെയ്യുന്നത്? നമ്മളാരും കണക്കാക്കിയല്ലോ ഇത്. അത് നേരത്തെ അവിടുന്ന് കണക്കാക്കി അവൻ്റെ തീരുമാനപ്രകാരമാണല്ലോ വരുന്നത്. അപ്പോൾ അവനെന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പിന്നെ ബാക്കോട്ട് ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ ഒരു നാട്ടിലെ ജനങ്ങൾ നല്ലവരായിരിക്കെ ആ നാട് ഞാൻ നശിപ്പിക്കൂല എന്നാണ് പടച്ചോൻ നമ്മളോട് പറഞ്ഞത്. അത് ശരിയാണെന്നുള്ളതാണ് ഞാൻ്റെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ഒരു പിന്നെ പറ്റാത്ത ഏർപ്പാടുകളൊക്കെ പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഞാനടക്കം എന്ന് വിചാരിച്ചോളി. അല്ലെങ്കിൽ അങ്ങനെ നശിപ്പിക്കാൻ സാധ്യതയില്ല. നേരത്തെ ഓരോ നാടുകളും നശിപ്പിച്ച് നമ്മൾ ചരിത്രത്തിൽ കൂടെ മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെ ശിക്ഷയായിട്ടാണ് അവിടെ ഇറക്കിയിരിക്കുന്നത്, ഇല്ലേ? ശിക്ഷയായിട്ടാണ് അവിടെ ഇറക്കിയിരിക്കുന്നത്. ലൂത്ത് നബി അതുപോലെ ഉള്ള നബിമാരെ നൂഹ് നബി പോലത്തെ എല്ലാം അങ്ങനെയാണ് അവിടെ ശിക്ഷയാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു ശിക്ഷ ഇറക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ധൈര്യപ്പെടാതെ പിന്നെ എന്താണ്, നമ്മൾ വാക്കിയാലല്ലോ സന്തോഷം. നമ്മളെ ഇന്ന് രക്ഷപ്പെടുത്തിയാലോ പഠിച്ചോൻ. അതാണ് സന്തോഷം. ഞാനും എൻ്റെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ. എൻ്റെ ഒരു മോൻ പോയി,
മോൻ്റെ പെണ്ണുങ്ങളും പോയി. പിന്നെ കുറേ പള്ളീൻ്റെ അവിടെ താമസിച്ചിരുന്നു. കുറച്ച് താഴെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ താഴെ ഭാഗത്താണ് പള്ളി. ഏകദേശം 1 കിലോമീറ്ററോളം പോകണം. അവിടെ താമസിച്ചാണ് നിൻ്റെ പിന്നെ അനിയന്മാരുടെ പെണ്ണുങ്ങളും കുട്ടികളും അവരൊക്കെ പോയതിന് പെട്ടു. അവർക്കാണ് കൂടുതൽ കുത്തിയരിച്ച് ചെന്നതേ. ഇനി എന്താണ് നിങ്ങളെ മുമ്പിൽ എന്താണ് ഇനി? എന്താണെന്ന് ഇപ്പോൾ ഒന്നുമില്ല. ഒരു താമസിക്കാനൊരു സൗകര്യം കിട്ടിയാൽ എങ്ങോട്ടേലൊക്കെ മാറാമെന്നുള്ള ഇതിലിങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൽ സമാധാനത്തിൽ അവിടെ ഇങ്ങനെ പോരാണ്. അവിടെ പിന്നെ മരുവൻ്റെ അവിടെ അങ്ങനെ വലിയൊരു സാമ്പത്തികമായിട്ടില്ല അതുമ്പതിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇപ്പം പോകണ്ട എവിടേക്കും പോകണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ നിർത്തിക്കാണ്. ആയിക്കോട്ടെ. ശരി.